ഭക്ഷ്യസുരക്ഷാ മേൽനോട്ടത്തിന് ആളില്ല. റെയിൽവേ നിയമിച്ചത് വെറും 2 പേരെ മാത്രം. ഒരു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ മേൽനോട്ടം വഹിക്കേണ്ടത് 350 കിലോമീറ്ററിലെ ആരോഗ്യ സുരക്ഷയാണ്. യാത്രയ്ക്കൊപ്പം തന്നെ പ്രധാനമേറിയ ആഹാര ശൃംഖലയെയാണ് റെയിൽവേ നിസ്സാരമായി കാണുന്നത്. മംഗളൂരു മുതൽ പാലക്കാട് വരെ 200ഓളം ആഹാര സ്റ്റാളുകളും അത്ര തന്നെ തീവണ്ടി സർവീസുമുണ്ട്. ഇവയിലെ ആരോഗ്യ സുരക്ഷയും ഭക്ഷണ ഗുണനിലവാരവും ഉദ്യോഗസ്ഥർ തന്നെ കൈകാര്യം ചെയ്യണം. തിരുവനന്തപുരം ഡിവിഷനിലെ 358 കിലോമീറ്റർ നോക്കാനും ഒരാൾ മാത്രമാണുള്ളത്. ആരോഗ്യ സുരക്ഷ റെയിൽവേ രേഖകളിൽ കൃത്യമാണ്. എന്നാൽ തീവണ്ടികളിലെ ആഹാര വിതരണക്കാരെ വൃത്തിയാക്കാൻ റെയിൽവേക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പകൽവണ്ടികളിലടക്കം ആഹാര വിതരണം പാളിയതും ഇവരുടെ വൃത്തിയില്ലായ്മ കാരണമാണ്. അംഗീകൃത റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങൽ, അവ വൃത്തിയും വെടിപ്പുമായി തീവണ്ടികളിൽ നൽകൽ എന്നിവ റെയിൽവേയുടെ നിയമാവലിയിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിൽ പലതും അട്ടിമറിക്കപ്പെടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. മംഗളൂരു, കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ വലിയ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള ബേസ് കിച്ചണിൽ ആഹാരം എത്തിച്ചാണ് തീവണ്ടികളിൽ വിൽക്കുന്നത്. എന്നാൽ അവിടങ്ങളിലെ പരിശോധന കൃത്യമായി നടക്കാറില്ല. പ്രധാന സ്റ്റേഷനുകൾക്ക് കീഴിൽ റെയിൽവേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്. പ്ലാറ്റ്ഫോം സ്റ്റാളുകൾക്കൊപ്പം തീവണ്ടിയിലെ പരിശോധനയും ഇവർ നടത്തുന്നുണ്ടെന്ന് റെയിൽവേ പറയുന്നുണ്ട്. കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ.